ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം KR മീര എഴുതിയ ഭഗവാന്റെ മരണം എന്ന കഥാസമാഹാരമാണ്. 6 കഥകളടങ്ങിയ ഒരു കഥാസമാഹാരമാണിത്. അതിലൊരു കഥയാണ് ഭഗവാന്റെ മരണം. ആ കഥയിൽ പരാമർശിക്കുന്ന വെടിയുണ്ട തുളച്ച് കയറുന്നത് പോലെയുള്ള ഒരു കവർ ഡിസൈനാണ്. വെടിയുണ്ട തുളച്ച് കയറുമ്പോൾ മുന്നിലൊരു നക്ഷത്രാകൃതിയിലുള്ള ഒരു ചിഹ്നം ഉണ്ടാക്കുന്നു എന്ന കഥയിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു കവർ ഡിസൈനിങ്ങുമാണ് ഈ ബുക്കിന് കൊടുത്തിട്ടുള്ളത്. ഒരു വെടിയുണ്ട മുന്നിലൂടെ വന്ന് പിന്നിലേക്ക് കൂടി പോയ മാതിരിയുള്ള ഒരു ഡിസൈൻ, വ്യത്യസ്തമായൊരു ഡിസൈനും ഈ ബുക്കിനുണ്ട്. ഇത് ഭഗവാന്റെ മരണം കൂടാതെ മറ്റു കഥകളാണ് ആൺപ്രേതം, സെപ്റ്റംബർ 30, സ്വച്ഛ് ഭാരതി, മാധ്യമധർമ്മൻ, സംഖ്യാണ്ണൻ തുടങ്ങിയ കഥകൾ. ഇതിൽ ഓരോ കഥകൾ വായിക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ പല സംഭവങ്ങളും നമുക്ക് ഓർമ്മ വരും. സമൂഹത്തിൽ നടക്കുന്ന അനീതികളോട് KR മീര എന്ന എഴുത്തുകാരിക്കുള്ള പ്രതിഷേധവും അവരുടെ ശക്തമായ നിലപാടുകളും നമുക്ക് ഈ കഥയിലെ കൂടി കാണാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ കഥയാണ് ആൺപ്രേതം. ആൺപ്രേതം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു പ്രേതം വരുന്ന കഥ തന്നെയാണ്. ഇതിലെ പ്രമേയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവിനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അവരുടെ അവസ്ഥ വളരെ മനോഹരമായി തന്നെ എഴുത്തുകാരി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ അവർ പറയുന്നത്, അവരുടെ അവസ്ഥയെപ്പറ്റി വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അവരൊരു സ്ഫടിക പേടകത്തിൽ അകപ്പെട്ടതുപോലെ തോന്നുന്നു. മറ്റുള്ളവർക്ക് അവരെ കാണാൻ സാധിക്കുന്നുണ്ട്, അവൾക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ആരെയും സ്പർശിക്കാൻ കഴിയുന്നില്ല. ആ പേടകത്തിനുള്ളിൽ അവൾ നിതാന്തമായി ശ്വാസം മുട്ടുന്നു, ഞെളിവിരി കൊള്ളുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും അവൾ അകപ്പെട്ട ആ പേടകം തകർക്കാനുമായിട്ട് ആ പെൺകുട്ടി ആ മുൻകാമുകൻ, അവളെ പീഡിപ്പിച്ച ആ മുൻകാമുകൻ കൊല്ലപ്പെട്ട അയാളുടെ പ്രേതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ മാളികയിലേക്ക് തനിച്ച് താമസിക്കാൻ വരുന്നു. രാത്രിയിൽ അയാളുടെ പ്രേതം വരികയും അവളെ ഭയപ്പെടുത്താൻ നോക്കുകയും ശ്രമിക്കുന്നു. പക്ഷെ അവൾക്കൊട്ടും ഭയം തോന്നുന്നില്ല. പകരം അവൾക്ക് പുച്ഛവും സഹതാപവുമാണ് തോന്നുന്നത്. അവൾ പലതും പറഞ്ഞ ആ പ്രേതത്തെ പ്രകോപിപ്പിക്കുന്നു. പ്രേതം കൂടുതൽ അവളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവളിൽ ഒട്ടും ഭയം ജനിക്കുന്നില്ല എന്ന് കാണുന്ന പ്രേതം ഇല്ലാതെയാകുന്നു. അങ്ങനെ അവൾ അകപ്പെട്ട ആ പേടകം തകർക്കപ്പെടുന്നതായിട്ട് കഥയിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ കഥയിൽ ആ പെൺകുട്ടി ആലോചിക്കുന്ന ഒരു രംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൾക്ക് എല്ലാവരോടും വെറുപ്പാണ്, അവൾക്ക് അവളെ തന്നെ വെറുപ്പാണ്. സ്വയം സ്നേഹിക്കപ്പെടാൻ കഴിയാതെ നമുക്ക് ആരെയും സ്നേഹിക്കപ്പെടാനും കഴിയില്ല എന്നത്. അത് എല്ലാവർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ആ ചിന്ത. സ്വയം സ്നേഹിക്കാതെ നമുക്ക് ആരെയും സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ കഴിയില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ നല്ലൊരു കഥയാണ് ആൺപ്രേതം. അടുത്ത കഥയാണ് ഭഗവാന്റെ മരണം. ഭഗവാന്റെ മരണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഹിന്ദുമത തീവ്രവാദമാണ്. ഒരു ചരിത്ര കഥയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എഴുതിയ ഒരു സാങ്കല്പിക കഥ. അങ്ങനെയാണ് ഭഗവാന്റെ മരണം എഴുതിയിട്ടുള്ളത്. ചരിത്ര കഥ 12ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കന്നഡയിൽ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും മേൽക്കോയ്മ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സാധാരണക്കാരായ കുറച്ച് ജനങ്ങൾ നടത്തിയ ഒരു പ്രതിഷേധ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ബസവണ്ണ എന്ന ഒരു കവി. ആ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട കവികളുടെ എല്ലാം ദർശനങ്ങളെ വചനങ്ങൾ എന്ന് പറയുന്നു. ബിജുള രാജാവിൻ്റെ ധനമന്ത്രിയാണ് ബസവണ്ണ. അദ്ദേഹം കന്നഡ കാളിദാസനുമായിട്ടും അറിയപ്പെടുന്നുണ്ട്. അപ്പം ബസവണ്ണയുടെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു ആ പ്രൊഫസറെ കൊല്ലാൻ വരുന്ന മതഭ്രാന്തനായ അമര എന്ന ചെറുപ്പക്കാരൻ. അവർ തമ്മിലും കണ്ടുമുട്ടുന്നതും അവരുടെ ബന്ധം വളരുന്നതുമാണ് ഈ കഥ വളരുന്നതിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. മതഭ്രാന്തന്മാരുടെ നിർദ്ദേശത്താൽ അമര പ്രൊഫസറെ കൊല്ലാൻ വരുന്നു. പക്ഷെ അമരക്ക് അവൻ്റെ കൃത്യം നിർവഹിക്കാൻ കഴിയുന്നില്ല. കൈകാലുകൾ ഒടിഞ്ഞ അമരയെ പ്രൊഫസർ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ പ്രൊഫസർ അവനോട് പറയുന്നുണ്ട്, രക്തം കുടിക്കുന്ന മതമാണ് പശു എന്ന്. അത് സാധാരണ പാവപ്പെട്ടവൻ്റെ പണമില്ലാത്തവൻ്റെ അധികാരമില്ലാത്തവൻ്റെ ജാതിയിൽ താണവൻ്റെ രക്തം മാത്രമേ കുടിക്കുകയുള്ളൂ
എന്ന് പറയുന്നു. ഇത് അമരക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ തുടക്കത്തിൽ അമരക്ക് പ്രൊഫസർ പറയുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ പതിയെ പതിയെ പ്രൊഫസറുടെ ശുശ്രൂഷയിൽ കഴിയുന്ന അവന് പ്രൊഫസർ തൻ്റെ ശത്രുവല്ലാതായി മാറുകയും പ്രൊഫസർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ അവൻ മാറുന്നുണ്ട്. പ്രൊഫസറുടെ വീട്ടിൽ കഴിയുന്ന അമരക്ക് പ്രൊഫസർ വാത്മീകിയുടെ രാമായണം വായിക്കാൻ കൊടുക്കുന്നു. വാത്മീകിയുടെ രാമായണം വായിച്ച അമരക്ക് താൻ മനസ്സിലാക്കിയ രാമനും വാത്മീകിയുടെ രാമനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവനൊരു മനുഷ്യൻ, മതഭ്രാന്തനിൽ നിന്ന് ഒരു മനുഷ്യനായി പരിണമിക്കുന്നത് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. കഥകൾ കേട്ടാൽ കരച്ചിൽ വരുന്ന, കവിതകൾ ആസ്വദിക്കാൻ കഴിയുന്ന, സ്ത്രീകളെ വെറും ശരീരമല്ലാതെ മാത്രം കാണാൻ കഴിയുന്ന, മതം നോക്കാതെ സൗഹൃദം ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയും നല്ല ഒരു മനുഷ്യനായിട്ട് അമര മാറുന്നത് കഥ പുരോഗമിക്കുന്നതുകൊണ്ട് നമുക്കും കാണാൻ സാധിക്കും. മതത്തിൻ്റെ പേരിൽ മതഭ്രാന്ത് കാണിക്കുന്ന ആൾക്കാർ ഒന്നും തന്നെ ശരിയായ മതഗ്രന്ഥങ്ങളൊന്നും ഈ പുരാണങ്ങൾ, വാൽമീകി രാമായണമോ അങ്ങനത്തെ പുരാണങ്ങളൊന്നും വായിച്ച് ശരിയായ വായനകളില്ല. എല്ലാം ആരൊക്കെയോ പറഞ്ഞത് ശരിയായ അറിവുകളില്ലാതെ ആരൊക്കെയോ നിയന്ത്രണത്താൽ ഓടുന്നവരാണ് എന്നാണ് ഈ കഥയിലെ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു നല്ലൊരു കഥയാണ്. ഇന്നത്തെ കാലത്തും കൂടി പ്രസക്തമായ ഒരു കഥയാണ് ഭഗവാന്റെ മരണം. അടുത്ത കഥയാണ് സെപ്റ്റംബർ 30. സെപ്റ്റംബർ 30 ഒരു പ്രണയ കഥയാണ്. എന്നാൽ ഇതിൽ തീരെ പ്രണയം ഇല്ലതാനും. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു സെപ്റ്റംബർ 30 അവർ പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ആ പുരുഷൻ ആ സ്ത്രീയെ പല മനോഹര വാക്കുകളും പറഞ്ഞ് പ്രണയിക്കുന്നു. അങ്ങനെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പുരുഷന് ആ സ്ത്രീയെ മടുക്കുകയും അവൻ മറ്റു ബന്ധം തേടി പോവുകയും ചെയ്യുന്നു. ഒരു ഫോൾഡർ തുറക്കുകയും ഒരു ഡിലീറ്റ് ആക്കുകയും ചെയ്യുന്ന അത്രയും ലാഘവത്തോടെയാണ് പുരുഷന് ഒരു പ്രണയം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. എന്നാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് ഒട്ടും തന്നെ ഈസിയായ ഒരു കാര്യമേ അല്ല. തന്നെ വിഡ്ഢിയാക്കിയതോർത്ത് അവൾ നേറിപ്പോകുന്നു. അവനോടുള്ള പകയുമായി അവൾ ജീവിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അവർ ബന്ധം തുടങ്ങിയ സെപ്റ്റംബർ 30 തന്നെ അവനോട് പ്രതികാരം ചെയ്യുന്നു. അവനെ ഒരു സ്ത്രീ പീഡന കേസിൽ കൊടുക്കുന്നു. അതാണ് സെപ്റ്റംബർ 30 എന്ന കഥ. ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അതിപ്പം പുരുഷൻ സ്ത്രീയെയും പരസ്പരം ഉപയോഗിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്നത് ഉപേക്ഷിക്കുന്നത് നമുക്ക് ധാരാളം തന്നെ കാണാൻ കഴിയും. അടുത്ത കഥയാണ് സ്വച്ഛ് ഭാരതി. സ്വച്ഛ് ഭാരതി ഒരു തെരുവിലാക്കപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ കഥ പറയുന്നത് പോലെ എഴുതിയൊരു കഥയാണ്. വളരെ നിസ്സംഗതയോടുകൂടിയാണ് ആ സ്ത്രീ തൻ്റെ കഥ പറയുന്നതെങ്കിലും, താൻ തെരുവിലാക്കപ്പെട്ടതിൻ്റെ കഥ പറയുന്നതെങ്കിലും വായനക്കാരിലേക്ക് അത് ആഴത്തിൽ കുത്തിയിറങ്ങുന്ന ഒരു കഥ തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു കഥയാണ് സ്വച്ഛ് ഭാരതി. ഇന്നത്തെ സമൂഹത്തിലെ ആൾക്കാരുടെ പല കാഴ്ചപ്പാടുകളും മതത്തിൻ്റെയും രാഷ്ട്രീയ സംഘടനയുടെയും പേരിൽ ആൾക്കാർ കണ്ണടച്ച് വിശ്വസിച്ച് അവർ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങി പല പ്രവൃത്തികളും ചെയ്യുന്നതിന് കഥാകാരി ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് ഒരു വായനയിൽ തെളിഞ്ഞു വരില്ല. പക്ഷെ വെച്ചിരിക്കുന്ന പ്രയോഗങ്ങളിലെല്ലാം ആക്ഷേപഹാസ്യവും ഒളിയമ്പുകളും ഉണ്ട് എന്ന് ഒരു വായനയിലേക്ക് ഇരുത്തിയുള്ള വായനയിൽ മനസ്സിലാവുന്നുമുണ്ട്. തെരുവിലാക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ അമ്മ 3 വിവാഹം കഴിക്കുന്നു. അവർക്ക് 3 മക്കളുണ്ടാവുന്നു. നാലാമത് അവർ വീണ്ടും ഒരു സന്യാസിയെ വിവാഹം കഴിക്കുന്നു. അവരിൽ അയാൾക്ക് 2 ആൺമക്കളും ഉണ്ടാവുന്നു. ആദ്യത്തെ 3 ഭർത്താക്കന്മാരെക്കാളും കൂടുതൽ ആ സ്ത്രീയെ ചൂഷണം ചെയ്യുന്നത് ഈ 4ാമത്തെ സന്യാസി ആയ ഭർത്താവാണ്. എന്നിരുന്നാലും ആ സ്ത്രീക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവും ആ സന്യാസിയോടാണ്. കാരണം അയാൾ സന്യാസിയാണ്, ദൈവത്തിൻ്റെ അടുത്ത ആളാണ്. അയാൾ എല്ലാം നിങ്ങളുടെ നല്ലതിന്, അയാൾക്കൊന്നും വേണ്ട എന്നൊരു വാക്കോടുകൂടി അയാൾ അവരിൽ നിന്ന് പണവും അവരുടെ കിടപ്പാടം വരെ കവർന്നെടുക്കുന്നുണ്ട്. അയാൾ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങി കണ്ണടച്ച് വിശ്വസിച്ച് അവർ കിടപ്പാടവും നഷ്ടപ്പെട്ട് ഭ്രാന്താശുപത്രിയിലാവുന്നു. അവരുടെ മക്കൾ തെരുവിലാകുന്ന ഈ കഥയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഈ ഇന്നത്തെ കാലത്ത് നമുക്കിത് കാണാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ്. ആൾക്കാർ
മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മത ആചാര്യന്മാർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ച് അവരുടെ തന്നെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തി പിന്നെ തുച്ഛമായി അവർ ഇട്ടു തരുന്ന എല്ലും കഷ്ണത്തിനു വേണ്ടി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. ഇതിനെ വളരെ രൂക്ഷമായി തന്നെ കഥാകാരി ഇതിൽ എഴുത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു ഒളിയമ്പുകൾ വെച്ച് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനത്തെ രണ്ട് ഒരു പരിഹാസനാക്ഷേപ രീതിയിൽ എഴുതിയ രണ്ട് വാചകങ്ങൾ എനിക്ക് ശ്രദ്ധിക്കപ്പെട്ട വാചകങ്ങൾ ഞാൻ പറയാം. ആ മകള് അവരുടെ അമ്മയെക്കുറിച്ച് പറയുന്നതാണ് ഒന്ന്. ഭ്രാന്താശുപത്രിയിൽ ചങ്ങലക്കിട്ട് വസ്ത്രമെല്ലാം കീറിപ്പറഞ്ഞ് ദേഹമെല്ലാം പുഴുവരിച്ചു, എന്നാലും കണ്ണുകളിൽ ഇപ്പോഴും സ്വച്ഛത. ഞാനിപ്പോൾ ആണ്ടോടാണ്ട് പ്രസവിക്കും. പിള്ളാരെ ഇടാൻ ആശ്രമത്തിൽ അമ്മത്തൊട്ടിലുള്ളത് വലിയൊരു സഹായമാണ്. രണ്ടും ഒരു ഈ സമൂഹത്തിനോടുള്ള ഒരു പരിഹാസത്തിൻ്റെ ഒളിയമ്പ് വെച്ച ഒരു പ്രയോഗമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അടുത്ത കഥയാണ് സംഖ്യണ്ണൻ. സംഖ്യണ്ണൻ എന്ന കഥയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു കഥാപാത്രം അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കാണാൻ കഴിയും. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പരാമർശിച്ചിട്ടില്ല എങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണത് എന്ന് വായനക്കാരന് ശരിക്കും വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ എല്ലാവർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പലരെയും രാഷ്ട്രീയ നിലപാടുകളെ കീറി വേദനിപ്പിക്കുന്ന ഒരു കഥയാണിത്. ഇതിലെ കഥാപാത്രങ്ങളായ രണ്ട് സഹോദരങ്ങളാണ്. ഒന്ന് സംഘമിത്രൻ, ഒന്ന് വിദ്യാസാഗർ. ഒരു അച്ഛൻ വളർത്തിയ മതമില്ലാതെ വളർത്തിയ രണ്ട് സഹോദരങ്ങൾ. അതിൽ ഒരു മകൻ മാത്രം പിന്നീട് എപ്പോഴോ ഒരു പാർട്ടിയുടെ അനുഭാവിയാവുകയും അയാളിൽ മതം വരികയും ആ പാർട്ടി അനുഭാവി ആയപ്പോൾ അയാളുടെ നിലപാടുകൾ മാറുന്നതും അയാളിലെ ആ പാർട്ടി അനുഭാവി ആയത് കാണിക്കാൻ വരുന്ന അടയാളങ്ങൾ അയാളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ കഥാകാരി കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തെ മകൻ അച്ഛൻ വളർത്തിയ അതേ നിലപാടുകളിൽ മതമില്ലാത്തവനായി തന്നെ ജീവിക്കുന്നു. അവർ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ടാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ഇതിലെ അവസാന കഥയാണ് മാധ്യമധർമ്മൻ. മാധ്യമധർമ്മൻ ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു യുവ മാധ്യമ പ്രവർത്തക ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. തുടക്കത്തിൽ അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവർ ആ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ ശിഷ്യയായതുകൊണ്ട് അവരെ ബഹുമാനിച്ച് അവരുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതാണ്. പക്ഷെ അത് കുറച്ചങ്ങൾ എത്തുമ്പോഴേക്ക് അവർ ഒരു ആക്ഷേപഹാസ്യമായിട്ടാണത് പറയുന്നത്. അവരെ ഒരു മാധ്യമ പ്രവർത്തകനെയും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും മുഖംമൂടി വലിച്ചു കീറപ്പെടുകയുണ്ട്. അവർ രണ്ടും ആട്ടിൻ കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെയുള്ള രണ്ട് വ്യക്തികളാണെന്ന് കാണിച്ചു തരുന്ന രീതിയിൽ കഥ അവസാനിക്കുന്നതോടുകൂടി എത്തുകയും ചെയ്യും. ഇന്നത്തെ സമൂഹത്തിലും പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും സാധാരണക്കാരായ ജനങ്ങളെ എത്രമാത്രം ചൂഷണം ചെയ്യുന്നുണ്ട്. അവരുടെ ന്യൂസ് വാല്യൂവിന് വേണ്ടി, അവരുടെ ഉന്നത പദവിക്ക് വേണ്ടി ഒക്കെ ചൂഷണം ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് ഈ കഥയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിലും ഈ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ വളച്ചൊടിക്കുന്നതും ഒരു വാർത്ത എങ്ങനെ അത് ആളുകളെ മുന്നിലെത്തുന്നത്, അത്തരം കാര്യങ്ങളെയാണ് ഈ കഥയിലെ കൂടി കഥാകാരി വിമർശിച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ കഥകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ സാമൂഹിക പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തുള്ള അനീതികളെക്കെതിരെയുള്ള നമ്മുടെ കഥാകാരിയുടെ പ്രതിഷേധം തന്നെ നമുക്കിതിൽ കാണാനും സാധിക്കും. അപ്പം നല്ലൊരു പുസ്തകമാണ്, വായന എളുപ്പമാണ്. ചെറു കഥ 6 കഥകളാണ്. വായന ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വായിക്കണം. താങ്ക് യു.